നമസ്തേ. മൃത്യുഞ്ജയ ഹോമത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ചില ഭക്തർ പറയുകയുണ്ടായി. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് കൊണ്ട് എന്താണ് ഗുണങ്ങൾ, ദോഷങ്ങൾ? മൃത്യുഞ്ജയം എന്നുള്ള വാക്കിനർത്ഥം തന്നെ മരണത്തെ ജയിക്കുക എന്നുള്ളതാണ്. എങ്ങനെയുള്ള മരണത്തെയാണ് ജയിക്കുന്നത് എന്നതിനോടത്താണ് സംശയം വരുന്നത്. മരണം എന്ന് പറയുന്നത് ഒരാൾ ശരീരമെടുത്ത് ഭൂമിയിൽ ജന്മം കൊണ്ടാൽ, അത് മനുഷ്യനാണെങ്കിലും മൃഗാദികളാണെങ്കിലും വൃക്ഷാദികളാണെങ്കിലും ഏതു തന്നെയാണെങ്കിലും ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും മരണം സുനിശ്ചിതമാണ്. മരണം സംഭവിക്കുന്നത് ആത്മാവിനല്ല, ശരീരത്തിനാണ്. ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുകയും ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്ന സമയത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിനെ മരണമെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ ജനിമൃതികൾ ലോകസഹജമാണ്. അത് ലോകമുള്ളിടത്തോളം ഉണ്ടാവും. ഈ ജീവൻ അത് നമ്മൾ കണ്ടെത്താത്ത ആ ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഭക്തജനാദികൾ അല്ലെങ്കിൽ വിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഈ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നതിനെയാണ് മൃത്യു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മൃത്യുവിനെ ജയിക്കാനാണ് മൃത്യുഞ്ജയ പൂജാദികൾ, മൃത്യുഞ്ജയ ഹോമാദികൾ, ശൈവ സംബന്ധമാകുന്ന പൂജാകാര്യങ്ങളിലൂടെ ചെയ്യുന്നത്. മൃത്യുവിനെ ജയിക്കുക എന്നാൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ എത്ര കാലം ജീവിക്കുമോ എന്നുള്ളതിൻ്റെ കർമ്മബന്ധങ്ങളോടുകൂടി അയാൾ ജന്മം കൊള്ളുന്നു. ആ ജന്മത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരാൾ 70 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കുമെന്നിരിക്കട്ടെ. എന്നാൽ അയാളുടെ പ്രവൃത്തി കാരണങ്ങൾ കൊണ്ട്, തൊഴിലുകൾ കൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, കുടുംബത്തിൻ്റെതായ പ്രശ്നം കൊണ്ട്, വ്യക്തികൾ നിമിത്തമായിട്ട്, ശത്രുക്കൾ നിമിത്തമായിട്ട്, വാഹനാദികളിൽ നിന്ന് അങ്ങനെ തുടങ്ങിയുള്ള ഒരു 100 കൂട്ടം കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് എപ്പോഴും ഏതു നിമിഷവും എങ്ങനെ വേണമെങ്കിലും മരണം സംഭവിക്കാം എന്നുള്ളതാണ് പറയുന്നത്. പുരാണങ്ങളിലും എല്ലാത്തിലും മരണം മരുവിനി എന്നു നിഹനഞ്ചിക മരുവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഭാഗവത്തിലൂടെ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആ മൃത്യു അല്ലെങ്കിൽ ആ മരണത്തിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പൂജാ ഹോമാദികൾ ചെയ്യുന്നത്. ജുംസ്വാഹ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീമ. ഉർവാരുകമിവ ബന്ധനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുമ്പളങ്ങ, വൃക്ഷത്തിങ്കൽ പിടിച്ചു നിൽക്കുന്ന, വള്ളിയിൽ പിടിച്ചു നിൽക്കുന്ന കുമ്പളങ്ങ മനോഹരമായിട്ട് പിടിച്ച് അത് വിളഞ്ഞ് ആ ഞെട്ടിൽ നിന്ന് അടർന്ന് താഴേക്ക് വീഴും പോലെ ആകണമേ എൻ്റെ മരണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചിലർ ധരിക്കുന്നത് ഈ കുമ്പളങ്ങ ഞെട്ടിൽ നിന്ന് വീഴുന്നത് പോലെ ഞാൻ മരിക്കണമേ, അതുകൊണ്ട് മരിക്കാൻ വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ ഹോമം എന്നല്ല. അതായത് കാലമൃതി എന്നും അകാലമൃതി എന്നും പറയും. കാലമൃതി ആർക്കും തടുക്കാനാവില്ല, ഈശ്വരൻ അത് കൽപ്പിതമാണ്. എന്നാൽ അകാലമൃതിയെ തടയാനാണ് മൃത്യുഞ്ജയാദി പൂജാഹോമാദികൾ നടത്തുന്നതും. എല്ലാ ഭക്തജനങ്ങൾക്കും മൃത്യുഞ്ജയ മന്ത്രങ്ങൾ ജപിക്കുക, മൃത്യുഞ്ജയ ഹോമാദികൾ ചെയ്യുക, മൃത്യുഞ്ജയ കാര്യാദികൾ ചെയ്യുന്നത് കൊണ്ട് ഈ അകാലമൃതി, അതല്ലെങ്കിൽ ദുർമൃതി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ അകാല മൃത്യുവിനെ അതിജീവിക്കാനാണ് മൃത്യുഞ്ജയ പൂജ ഹോമാദികൾ ചെയ്യുന്നത്. എല്ലാവർക്കും അങ്ങനെയുള്ളതായ കാര്യങ്ങൾ, അവർക്ക് സന്തതികൾക്ക്, അവരുടെ കുടുംബത്തിനൊക്കെ വന്നു ചേരുന്ന ദുർമൃതികൾ അല്ലെങ്കിൽ ദുരാപത്തുകളിൽ നിന്ന് മോചനം നേടാനായിട്ട് ആ മൃത്യുഞ്ജയ ഹോമം കൊണ്ട് ഭഗവാന്റെ കാരുണ്യത്താൽ സാധ്യമാകും എന്ന് ഭക്തജനാദികൾ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ശ്രീമംഗലം ശിവക്ഷേത്രത്തിലെ എല്ലാ തിരുവാതിര നാളിലും സമൂഹമായിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാവുന്ന വിധത്തിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നു. എല്ലാ ഭക്തജനങ്ങളും ശ്രീമംഗലം ശിവക്ഷേത്രത്തിലേക്ക് സ്വാഗതം.